എനിക്ക് പുറത്തോട്ട് പോകണം. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഒരു കരച്ചിലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതാണ് ആദ്യം ഒരു കരച്ചിൽ കാണിച്ചു തന്ന ശേഷം തുടങ്ങാമെന്ന് കരുതിയത്. ഈ കരച്ചിൽ വേറൊരു കരച്ചിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബിഗ് ബോസിലെ കരച്ചിൽ വേറെ, പക്ഷേ അതും ഒരു കരച്ചിലാണ്, ഇതും ഒരു കരച്ചിലാണ്. ഇത് കണ്ടപ്പോൾ എന്തു തോന്നി? അതുപോലെ തന്നെയാണ് ആ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കും മറ്റുള്ള ഒരുപാട് പേർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ജാസ്മിനാണ് ഇങ്ങനെ കരഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയുണ്ടായി, മൈക്ക് ധരിക്കാത്തതിൻ്റെ പേരിൽ ബിഗ് ബോസ് ഒന്നുകൂടി പിടിച്ച് വാൺ ചെയ്തു, ക്യാപ്റ്റൻ വാൺ ചെയ്തു. അപ്പോൾ അതിനെ തുടർന്ന് പിന്നെ ഒരു ഗംഭീര കരച്ചിലാണ് ജാസ്മിൻ വന്നിട്ട് കാഴ്ചവെച്ചത്. പല മത്സരാർത്ഥികളും മനസ്സ് വിഷമിച്ചും മറ്റുള്ളവരുമായിട്ട് വഴക്കുകൂടിയും ഒക്കെ സീക്രട്ട് റൂമിലും അവിടെ ഇവിടെയൊക്കെ പോയി കരയുന്നതും അല്ലാതെ ഇവരുടെ ഇടയിൽ, മത്സരാർത്ഥികളുടെ ഇടയിൽ കിടന്ന് കരയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. പലരുടെ കരച്ചിലും നമുക്ക് ജെന്യുവനായി തോന്നിയിട്ടുണ്ട്, ഫേക്കായി തോന്നിയിട്ടുണ്ട്. ജാസ്മിൻ്റെ ഫേക്കായി തോന്നുന്നു. ചിലപ്പോൾ ഒരു പക്ഷേ ഒറിജിനലായിരിക്കാം. എങ്കിലും ജാസ്മിൻ ഇതുവരെ കാണിച്ചിട്ടുള്ള കളികളും അവരുടെ ഒരു സ്ട്രാറ്റജിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഫേക്കായി കൂടെ എന്നൊരു സംശയം നമ്മളിൽ എല്ലാവരിലും വരുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. സത്യമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ഭൂരിഭാഗം പേരും. മുൻകാലത്തെ ഒരു കഥ, പുലി വരുന്നേ പുലി എന്നൊരു കഥയുണ്ടല്ലോ. ശരിക്ക് പുലി വരാത്തപ്പോൾ ആളുകളെ വിളിച്ചു കൂട്ടുകയും ശരിക്ക് പുലി വരുമ്പോൾ ആളുകൾ വിചാരിക്കും പുലി വന്നിട്ടില്ല എന്ന് കരുതുകയും ചെയ്യുന്ന പോലത്തെ ഒരു അവസ്ഥയാണത്. ഇനിയിപ്പോൾ അവരെ ഈ കണ്ടസ്റ്റൻ്റ്, ജാസ്മിൻ എന്നുള്ള കണ്ടസ്റ്റൻ്റോ അല്ലെങ്കിൽ ഗബ്രിയോ ശരിക്ക് കരഞ്ഞാൽ കൂടി, അല്ലെങ്കിൽ ശരിക്കും അവരുടെ മനസ്സ് വേദനിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം അവർ പല സമയത്തും ഈ കരച്ചിലും സ്നേഹവും ഒക്കെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ട് പലർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കരച്ചിലിനെ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഒപ്പമുള്ള ആളുകളും നൽകിയിട്ടില്ല. ഒപ്പമുള്ള ആളുകൾ തന്നെ പറയുന്നത് ഇതൊരു സ്ട്രാറ്റജിയാണ്, ഇപ്പോൾ കളിക്കാൻ പറ്റില്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോണം എന്ന് തന്നെയാണ് പലരും പറയുന്നത്. അപ്പോൾ ഒരു കരച്ചിൽ കണ്ടുകൊണ്ടാണ് ഇന്നലെ ബിഗ് ബോസ് അവസാനിച്ചത്. അപ്പോൾ ആ കരച്ചിലിനെ കുറിച്ചൊരു 2 വാക്ക് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ.